الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ ഇൻഷാ അല്ലാഹ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ചില സംഭവ കഥകൾ, ഒരു കഥ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ഖിസ്സയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇൻതലഖ സലാസതു റഹ്തിൻ മിമ്മൻ കാന ഖബ്ലകും. നിങ്ങളുടെ മുൻ സമുദായത്തിൽപ്പെട്ട മൂന്നാളുകൾ ഒരു യാത്രയിലായിരുന്നു. ഹത്താ അവൗ അൽ മബീത ഇലാ ഗാരിൻ ഫദഖലൂ. അങ്ങനെ അവർ താമസിക്കാൻ വേണ്ടി ഒരു ഗുഹയിലേക്ക് അഭയം കൊള്ളുകയും അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ചില റിവായത്തിൽ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ കാണാം, ബൈനമാ സലാസതു നഫരിൻ യതമശൗന അഖദഹുമുൽ മതർ. ആ മൂന്നാളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മഴ വന്നു. അപ്പോൾ അവർ ആ ഗുഹയിലേക്ക് ഫഅവൗ ഇലാ ഗാരിൻ ഫി ജബൽ, ഒരു പർവ്വതത്തിലുള്ള ഒരു ഗുഹയിലേക്ക് അവർ അഭയം പ്രാപിച്ചു. അങ്ങനെ ഫൻഹദറത് സഖ്റത്തുൻ മിനൽ ജബൽ ഫസദ്ദത അലൈഹിമുൽ ഗാർ. ഒരു പാറ വന്ന് ആ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. സംഭവം ഒരു പക്ഷെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ കേട്ടു പരിചയമുള്ള ഒരു ചരിത്രമായിരിക്കും. ആ ഗുഹാമുഖം, ആ പാറ വന്ന് അടഞ്ഞു. അങ്ങനെ ഫഖാലു, ആ മൂന്ന് പേരും പരസ്പരം പറഞ്ഞു എന്നാണ്, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറ ഇല്ല അൻ തദ്ഉ അല്ലാഹ ബിസാലിഹി അഅമാലികും. ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കുകയില്ല നമ്മൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താലല്ലാതെ. മറ്റൊരു റിവായത്തിലുള്ളത് ഖാല ബഅദുഹും ലിബഅദ്, അവർ പരസ്പരം പറഞ്ഞു, ഉൻദുറു അഅമാലൻ അമിൽതുമൂഹാ സാലിഹതൻ ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത അമലുകൾ നിങ്ങൾ പരിശോധിക്കുക. ഫദ്ഉ അല്ലാഹ തആല ബിഹ, എന്നിട്ട് അത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ലഅല്ല അല്ലാഹ യഫ്റുജുഹാ അൻകും, നിങ്ങൾക്കതിന് ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു പരിഹാരം ഉണ്ടാക്കി തന്നേക്കാം. അങ്ങനെ മൂന്ന് പേരിൽ മൂന്നാളുകളും അള്ളാഹുവിനോട് അവർ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വളരെ മഹത്തരമായ മൂന്ന് കർമ്മങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഫഖാല റജുലുൻ മിൻഹും, അവരിൽ ഒരാൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ, അല്ലാഹുവേ, കാന ലി അബവാനി ശൈഖാനി കബീറാൻ. എനിക്ക് പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. പ്രായമേറിയ വയസ്സായ ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ എനിക്കുണ്ടായിരുന്നു. വേറെ റിവായത്തിൽ വംറഅതി വലി സുബിയത്തുൻ സിഗാർ അർഅ അലൈഹിം. അതിനു പുറമെ എനിക്കൊരു ഭാര്യയും ഞാൻ പോറ്റുന്ന മക്കളും ഉണ്ടായിരുന്നു. ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ. അദ്ദേഹം പറയണം, വകുൻതു ലാ അഗ്ബിഖു ഖബ്ലഹുമാ അഹ്ലൻ വലാ മാല. ഞാൻ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും എന്നും വൈകിട്ട് പാല് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ വീട്ടുകാർക്ക്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഞാൻ പാല് കൊടുക്കാറുള്ളൂ. ആദ്യം ഞാൻ എൻ്റെ ഉമ്മക്കും ഉപ്പക്കാണ് അത് കൊടുക്കാറുള്ളത്. ഫൈദ അറഹ്തു അലൈഹിം ഹലബ്തു ഫബജഅതു ബിവാലിദയ്യ ഫസഖൈതുഹുമാ ഖബ്ല ബനിയ്യ. മറ്റൊരു വായത്തിൽ ഇങ്ങനെ വന്നിട്ട്, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പാൽ കറന്ന്
ആദ്യം മാതാപിതാക്കൾക്ക് കൊടുക്കും, അതിനുശേഷം എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് കൊടുക്കും. ഇങ്ങനെയാണ് എൻ്റെ പതിവ്. ഒരിക്കൽ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരാൻ ഞാൻ കുറച്ച് വൈകി. ചില വിഷയങ്ങൾ ചില റിവായത്തിൽ കാണാം, ഈ പറഞ്ഞ നാൽക്കാലികൾക്ക് കൊടുക്കാനുള്ള ഇല അത് ശേഖരിക്കുന്നത് കൊണ്ടും മറ്റോ ഒരു ദിവസം കുറച്ച് വൈകിട്ടാണ് വന്നത്. ഫലം ഉരിഹ് അലൈഹിമ ഹത്താ നാമ, അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വീട്ടിലെത്തിയത്. ഫഹലബ്തു ലഹുമാ ഗബൂഖഹുമാ ഫവജദ്തുഹുമാ നായിമൈൻ, പതിവ് പോലെ ഞാൻ പാൽ കറന്ന് അവർക്ക് കുടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും ഉറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയണ വകരിഹ്തു അൻ അഗ്ബിഖ ഖബ്ലഹുമാ അഹ്ലൻ ഔ മാല, എൻ്റെ കുടുംബക്കാർക്ക് മക്കൾ, ഭാര്യ, അതുപോലെ തന്നെ മാലൻ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടിമകൾ, അവർക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ മാതാപിതാക്കൾക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കുന്നത് ഞാൻ ഓർത്തു. എന്നിട്ട് പറയാണ് ഫലബിസ്തു വൽ ഖദഹു അലാ യദി അൻതളിറു ഇസ്തിഖാലഹുമാ ഹത്താ ബറഖൽ ഫജ്ർ. അങ്ങനെ ഞാൻ ആ പാലുള്ള പാത്രവുമായി അവരുടെ അടുത്ത് ഇങ്ങനെ നിന്നു. അവർ ഉറക്കത്തിൽ നിന്ന് എപ്പോഴാണ് എണീക്കുക ആ സമയത്ത് അവർക്കത് കൊടുക്കാൻ ആ പാത്രവും പിടിച്ചങ്ങനെ നിന്നു. ഹത്താ ബറഖൽ ഫജ്ർ, പ്രഭാതമായി. ഫസ്തൈഖളാ ഫശരിബാ ഗബൂഖഹുമാ, അങ്ങനെ അവർ എണീറ്റപ്പോൾ അവർക്ക് പാല് കൊടുത്തു. വേറെ റിവായത്തിൽ ഇങ്ങനെ കാണാം, ഫഖുംതു ഇൻദ റൂസിഹിമാ അക്റഹു അൻ ഊഖിളഹുമാ മിൻ നൗമിഹിമാ, ഞാൻ അവരുടെ തലഭാഗത്ത് ഇങ്ങനെ നിന്നു. അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അവരെ എണീൽപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. വഅക്റഹു അൻ അസ്ഖിയ അസ്ബിയത ഖബ്ലഹുമാ, എൻ്റെ മക്കൾക്ക് അതിനു മുമ്പ് കൊടുക്കാനും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വസ്സുബിയതു യതദാഗൗന ഇൻദ ഖദമയ്യ, എൻ്റെ കാലിന്റെ ഭാഗത്ത് നിന്ന് കുട്ടികൾ ഈ പാല് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കെ അട്ടഹസിച്ച് കരയുന്നുണ്ട്. പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ട് കൊടുക്കൂ എന്നുള്ളതാണ് എൻ്റെ പതിവ്, അത് ഞാൻ തെറ്റിച്ചില്ല. ഫലം യസൽ ദാലിക ജഅബി വജഅബുഹും ഹത്താ തലഅൽ ഫജ്ർ, കുട്ടികൾ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അവരെ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് എന്നും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാൻ അള്ളാഹുവിനോട്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്റെ വളരെ മനോഹരമായ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അല്ലെ, മാതാപിതാക്കളെ എത്രത്തോളം ഈ മനുഷ്യൻ പരിഗണിച്ചു എന്നുള്ളത് നോക്ക്. ആ പാത്രവും പിടിച്ചിങ്ങനെ അവരുറക്കം ഉണരുന്നതും കാത്തിരുന്ന് മക്കളൊരു ഭാഗത്ത് കരയുന്നു, അത് പരിഗണിക്കാതെ മാതാപിതാക്കളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഈ മനുഷ്യന്റെ ഒരു മനോഹരമായ ഉദാഹരണം അദ്ദേഹം പറയാണ്. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, ഞാൻ ഈ ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ, നിന്നിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, നിന്നെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തിലാണെങ്കിൽ, ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ, ഈ പാറ വന്നടിഞ്ഞതിനാലുണ്ടായ പ്രയാസത്തിൽ ഞങ്ങൾക്ക് എളുപ്പം നൽകണമേ, ആ പ്രയാസം നീക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫൻഫറജത് ഷൈഅൻ ലാ യസ്തതിഊന അൽ ഖുറൂജ്, അപ്പോൾ കുറച്ച് പാറ ഒന്ന് നീങ്ങി, പക്ഷെ അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതല്ല. വേറെ റിവായത്തിൽ കാണാം, അദ്ദേഹം പ്രാർത്ഥിച്ചത് ആകാശം ഒന്ന് കാണണം ആ വിടവിലൂടെ, അത്രയും ആ പാറ നീക്കി തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന നടത്തിയതിനു ശേഷം അവിടെ ആ പാറ ഒരൽപ്പം നീങ്ങി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖാല ആഖർ, അടുത്ത ആൾ പ്രാർത്ഥിക്കാൻ. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ചെയ്ത അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്ത, ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. രണ്ടാമത്തെ ആൾ പറയാൻ,
അല്ലാഹുമ്മ കാനത് ലി ബിൻതു അമ്മിൻ, എൻ്റെ പിതാവിൻ്റെ സഹോദരനൊരു മകളുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരനൊരു മകളുണ്ടായിരുന്നു. കാനത് അഹബ്ബൻ നാസി ഇലയ്യ, അവളെ എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു. ഫഅറദ്തുഹ അൻ നഫ്സിഹ, അവളെ വൃത്തികേടിനു വേണ്ടി ഞാൻ പലതവണ വളക്കാൻ ശ്രമിച്ചു. ഫംതനഅത് മിന്നി, പക്ഷെ അവൾ അതിന് തയ്യാറായില്ല. നല്ല സൂക്ഷ്മതയുള്ള പെണ്ണാണ്. പലതവണ അവളെ ഈ തിന്മയിലേക്ക് വ്യഭിചാരത്തിലേക്ക് ഞാൻ പ്രേരിപ്പിച്ചു, പക്ഷെ അവൾ അതിന് കൂട്ടാക്കിയില്ല. ഹത്താ അലമ്മത് ബിഹാ സനതും മിനസ് സിനീൻ, കുറച്ചു കാലത്തിന് ശേഷം ഇവർക്ക് ഒരു പ്രയാസമുണ്ടായി, ദാരിദ്ര്യമുണ്ടായി. ആ സമയത്ത് അവർക്ക് പണത്തിന് ആവശ്യം വന്നു. ഫജാഅത്നി, അവൾ എൻ്റെ അടുത്ത് പണം ആവശ്യപ്പെട്ടു കൊണ്ടുവന്നു. ഫഅഅതൈതുഹ 20 و100 دينار على أن تخلي بيني وبين نفسها. 120 ദീനാർ സ്വർണ്ണമാണ് ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് വഴങ്ങിത്തരണം എന്നതാണ്. ഗത്യന്തരമില്ലാതെ ജീവിതത്തിലുണ്ടായ ഒരു ഫഖർ, പ്രയാസം, പട്ടിണി കാരണത്താൽ ഫഫഅലത്, അവൾ അതിന് സമ്മതിച്ചു. ഹത്താ ഇദാ ഖദർതു അലൈഹ, ഞാൻ അവളെ വ്യഭിചരിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഖാലത്ത്, അവൾ പറഞ്ഞു, ലാ ഉഹില്ലു ലക അൻ തഫുദ്ദ അൽ ഖാതമ ഇല്ലാ ബിഹഖി, നിനക്ക് അനുവദനീയമല്ല, ഞാൻ നിനക്ക് അനുവദനീയമാക്കുന്നില്ല, ഹഖായ അഥവാ നിക്കാഹിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് നിനക്ക് ഞാൻ അനുവദിക്കുന്നില്ല എന്നവർ പറഞ്ഞു. വേറെ റിവായത്തിൽ ഇങ്ങനെ കാണാം, യാ അബ്ദല്ലാഹ്, വ്യഭിചരിക്കാൻ വേണ്ടി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് ഈ പെൺകുട്ടി അയാളോട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാ, അള്ളാഹുവിന്റെ അടിമനി അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തഫ്തഹിൽ ഖാതമ ഇല്ലാ ബിഹഖി, അള്ളാഹു അനുവദിച്ച രൂപത്തിലല്ലാതെ ഈ രൂപത്തിലുള്ള വൃത്തികേട് നീ ചെയ്യരുത്, വിചരിക്കരുത് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി. ഒരിക്കലും ഈ പെൺകുട്ടിക്ക് അത് താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ വന്ന ഒരു പ്രയാസം, അതിനുവേണ്ടി നിവൃത്തികേട് കൊണ്ട് അതിന് സമ്മതിച്ചതാണ്. പക്ഷെ ഈ സമയത്ത് ഇത്തഖില്ല എന്ന വാചകം, ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാചകം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടു. ഫതഹറജ്തു മിനൽ വുഖൂഇ അലൈഹ, ഞാൻ വ്യഭിചരിക്കാതെ അതിൽ നിന്ന് പിന്മാറി. ഫൻസറഫ്തു അൻഹ, ഞാൻ അവളെ വിട്ടു പിരിഞ്ഞു. വഹിയ അഹബ്ബുൻ നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പെണ്ണായിരുന്നു. വതറക്തു الذهب الذي اعطيتها, ഞാൻ കൊടുത്ത 120 ദീനാർ, 120 സ്വർണ്ണ നാണയം, അതവർക്ക് ഞാൻ സദഖയായി നൽകി, തിരിച്ചു വാങ്ങിയില്ല. ഞാൻ ആ തിന്മയിൽ നിന്ന് പിന്മാറി. അദ്ദേഹം പറയും, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്തതെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഞങ്ങളുള്ള ഈ പ്രയാസത്തിൽ നിന്ന് ഇനി ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ആ തിന്മയിൽ നിന്ന് ഞാൻ മാറി നിന്നെ പേടിച്ചുകൊണ്ട് മാത്രമാണ്. യാ അബ്ദല്ലാഹ് ഇത്തഖില്ലാ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നത്. ഒരൽപ്പം കൂടി ആ പാറ നീങ്ങി. ഗൈറ അന്നഹും ലാ യസ്തതീഊന അൽ ഖുറൂജ മിൻഹാ, പക്ഷെ അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുമാറ് ഉള്ള വിടവ് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഖാല സാലിസ്, മൂന്നാമത്തെ മനുഷ്യൻ പ്രാർത്ഥിച്ചത് പ്രകാരമാണ്, അല്ലാഹുമ്മ ഇന്നി ഇസ്തഅജർതു ഉജറാ, ഞാൻ കൂലിക്ക് ചില ആളുകളെ പണിക്ക് വെക്കാറുണ്ട്, കൂലിപ്പണിക്ക് വിളിക്കും. ഫഅഅതൈതുഹും അജ്റഹും, അവരുടെ പ്രതിഫലം ഞാൻ അവരുടെ പണി കഴിഞ്ഞാൽ കൊടുക്കും. ഗൈറ റജുലിൻ വാഹിദിൻ
ഒരാൾക്കൊഴികെ തറക്കല്ലദീ ലഹു വദഹബ്, അയാൾ ആ കൂലി വാങ്ങാതെ തിരിച്ചു പോയതാണ്. വേറെ ചിലൊരു വായത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത കൂലിയിൽ അദ്ദേഹം തൃപ്തനല്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ വിട്ടച്ചു പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആ നിശ്ചിത തുക അല്ലെങ്കിൽ ആ സംഖ്യ, ആ കൂലി ഇദ്ദേഹം മാറ്റിവെച്ച് ഫസമ്മർതു അജ്റഹു, അത് വെച്ച് അദ്ദേഹം ഇസ്തിസ്മാർ, ഉൽപാദനക്ഷമമാക്കി. അഥവാ അത് വെച്ച് അദ്ദേഹം ചില സാധനങ്ങൾ വാങ്ങി, കന്നുകാലികളെ വാങ്ങി, അദ്ദേഹത്തിന്റെ ആ കൂലി വെച്ചിട്ട് അദ്ദേഹം വാങ്ങിയതാണ്. ഹത്താ കസുറത് മിൻഹുൽ അംവാൽ, അതിൽ നിന്ന് ഒരുപാട് സമ്പത്ത് പിന്നുണ്ടായി. അദ്ദേഹത്തിന് മാറ്റിവെച്ച സമ്പത്ത് അദ്ദേഹം ചെയ്തു, ഉൽപാദനക്ഷമമാക്കി, അതിൽ ഒരുപാട് സമ്പത്തുണ്ടായി. ഫജാഅനി ബഅദ ഹീൻ, കുറെ കാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വന്നു. അയാൾ പറഞ്ഞു, യാ അബ്ദുല്ലാ അദ്ദി ഇലയ്യ അജ്രി, എന്റെ കൂലി, അന്ന് തരാനുള്ള കൂലി തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രിക്, നീ ഇവിടെ കാണുന്നതെല്ലാം നിന്റെ കൂലിയാണ്. മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വർ റഖീഖ്, ഇവിടെയുള്ള അടിമകൾ, ഒട്ടകങ്ങൾ, പശുക്കൾ, അതുപോലെ തന്നെ ആടുകൾ, ഇതൊക്കെ നിന്റെ കൂലിയാണ്. അപ്പൊ ഫഖാല, അയാൾ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, യാ അബ്ദല്ലാ, അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ലാ തസ്തഅ്സി ബിഹി, ലാ തസ്തഅ്സി ബി, എന്നെ നീ പരിഹസിക്കല്ലേ, കളിയാക്കരുത്, കാരണം കുറേ സ്വത്തുണ്ട്, ഇതൊക്കെ നിന്റേതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പരിഹാസമായിട്ടാണ് തോന്നിയത്, എന്നെ പരിഹസിക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നി ലാ അസ്തഅ്സിഉ ബിക്, ഞാൻ നിന്നെ പരിഹസിക്കല്ല, ഇതെല്ലാം നിന്റേതാണ്, നിനക്ക് തരാനുള്ള ആ ഒരു കൂലി വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഇതെല്ലാം നിന്റേതാണ്. فأخذه كله فاستاقه فلم يترك منه شيئا, അയാളെല്ലാം എടുത്തു പോയി, ഒന്നും ബാക്കിയാക്കിയില്ല, എല്ലാം കൊണ്ട് അയാൾ പോയി, ഒന്നും ബാക്കിയാക്കിയില്ല. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് അയാൾ കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം പറയും, അല്ലാഹുമ്മ ഫഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, ഞാൻ ഈ ചെയ്തത്, ഈ അമാനത്ത് ഞാൻ കാത്തു സൂക്ഷിച്ചത്, ഇവിടെ കാണിച്ച സത്യസന്ധത, അത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹ്, ഞങ്ങൾക്കുണ്ടായ പ്രയാസത്തിൽ നീ ഞങ്ങൾക്ക് ഒരു തുറവി നൽകണം. ഫൻഫറജതി സഖറതു ഫഖറജു യംശൂൻ, ആ പാറ പൂർണ്ണമായി മാറുകയും അവർ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയും ചെയ്തു. ഇതാണ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. നമ്മൾ പലപ്പോഴായി ഈ സംഭവ ചരിത്രം കേട്ടിട്ടുണ്ടാകും. ഒരുപാട് പാഠങ്ങളുള്ള, സംഭവിച്ച, മുൻ സമുദായത്തിലുണ്ടായൊരു ചരിത്ര സംഭവമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രധാനപ്പെട്ടൊരു പാഠം ഇഖ്ലാസിന്റെ പ്രാധാന്യമാണ്. അള്ളാഹുവിനു വേണ്ടി ചെയ്ത അമൽ, അത് നാളെ പരലോകത്ത് അവന് രക്ഷയായിരിക്കും, ദുനിയാവിലും അവന് രക്ഷയുണ്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്, ഫദ്ലുൽ ഇഖ്ലാസി ഫിൽ അമൽ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. വഅന്നഹു യുൻജി ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ അതിന്റെ ഗുണം ദുനിയാവിലുണ്ടാകും, പരലോകത്ത് എന്തായിരുന്നാലും ഉണ്ടാകും. നമുക്ക് ഇവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധി, മരണത്തെ മുഖാമുഖം കണ്ട ഒരു സന്ദർഭത്തിൽ, രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഒരു സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനോട് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മികച്ച ഒരു കർമ്മം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇഖ്ലാസോട് കൂടി ചെയ്ത പ്രവർത്തനമാണ് എന്നുള്ളത് അവരവരുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങളത് ചെയ്തതെങ്കിൽ, ഇഖ്ലാസോടുകൂടി ചെയ്തത് കൊണ്ടാണ് അതിന് ഫലമുണ്ടായത്. നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ ജീവിതത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഇഖ്ലാസ് അതിപ്രധാനമാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികൾ കാണാൻ, അവരുടെ നല്ല വാക്കുകൾ കേൾക്കാൻ, അവരെ കാണിപ്പിക്കാൻ ഒക്കെയാണെങ്കിൽ, മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണെങ്കിൽ നമ്മുടെ അമലുകൾ നമുക്ക് നഷ്ടമായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ ചെയ്യുന്ന അമലുകൾ എത്ര കുറച്ചാണ്. മുൻഗാമികളായിട്ടുള്ള ആളുകൾ ചെയ്ത അമലുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ എത്രയോ കുറവാണ്. മുൻഗാമികളൊക്കെ അവർ നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ വളരെ മുന്നിലായിരുന്നു. നമ്മളോ നമ്മുടെ ഓരോ ഇബാദത്ത് എടുത്തു നോക്ക്. ഈ ഒരു കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത ഇബാദത്തുകൾ എത്രയാണ്? വളരെ കുറച്ചായിരിക്കും. സലഫുകളെ അപേക്ഷിച്ച് എത്രയോ കുറച്ചായിരിക്കും. മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹത്തിന് മുമ്പിലുള്ള ആളുകളോട് പറഞ്ഞിരുക, ഇന്ന അഅമാലക്കും ഖലീല, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കുറച്ചാണ്. അതുകൊണ്ട് ഫഅഖ്ലിസൂ ഹാദൽ ഖലീൽ, ഈ കുറച്ചുള്ളത് നിങ്ങൾ ഇഖ്ലാസോട് കൂടി ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഏതൊരു കർമ്മമാകട്ടെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. നമ്മുടെ നിയ്യത്തിനെ ബാധിക്കുന്ന പലതുമുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കർമ്മത്തെ സുരക്ഷിതമാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ഈ ചരിത്രം, ഈ കഥ നമ്മൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. അതേപോലെ തന്നെ പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ള പാഠം ഇതിലുണ്ട്. നമ്മൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏതൊരു പ്രയാസത്തിന്റെയും ഒന്നാമത്തെ പരിഹാരം ആ പ്രയാസം അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുക എന്നുള്ളതാണ്. പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ദുആ ചെയ്യും. നമ്മൾ അള്ളാഹു പറയാം, ഉത്തരം നൽകും. അള്ളാഹു തആല ഏതൊരു പ്രയാസഘട്ടത്തിലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയാം. മറ്റു സൃഷ്ടികളിലേക്ക് നമ്മൾ തിരിയാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് സമീപിക്കുന്ന ആളുകളുണ്ട്. എത്ര ഗുരുതരമായ തെറ്റാണ്. അള്ളാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത്, അള്ളാഹുവിനോട് മാത്രം. അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയിലേക്ക് നമ്മൾ തിരിയാൻ പാടില്ല. അള്ളാഹു തആല പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളോട് നീ ദുആ ചെയ്യരുത്. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിന അദ്ദാലിമീൻ, അങ്ങനെ ചെയ്താൽ നീ അക്രമിയാണ്. ഏറ്റവും ഗുരുതരമായ അക്രമമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾക്ക് എന്തു പ്രയാസമുണ്ടായാലും റബ്ബിനോട് പറയുക, റബ്ബിനോട് മാത്രം പറയുക. റബ്ബിനോടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾക്കൊരു പ്രയാസം ഉണ്ടായി ജീവിതത്തിൽ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതുണ്ടായി. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അള്ളാഹുവിനെയാണ്. റബ്ബിനോട് പറയാം. ഏതു പ്രതിസന്ധിയിലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത് റബ്ബാണ്. റബ്ബിനോട് പറയാം. എന്നിട്ട് ഇസ്ലാം അനുവദിച്ച മറ്റു മാർഗങ്ങൾ, അസ്ബാബുകൾ നമുക്ക് ചെയ്യും. പക്ഷെ റബ്ബിനെ മറന്നുകൊണ്ട് ഒന്നും നമ്മൾ ചെയ്യരുത്. ഒരു അസുഖം ഉണ്ടായി, ചികിത്സിക്കാം, പക്ഷെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും റബ്ബിനോട് ദുആ ചെയ്യുക എന്ന പാഠം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുൻ ഫിഅലിയ്യ, രണ്ട് തരത്തിലുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബാദത്തുൻ ഫിഅലിയ്യ, ഇബാദത്തുൻ ഫിഅലിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണമെന്ന് പറഞ്ഞ ഇബാദത്തുകൾ, നോമ്പ്, നിസ്കാരം, ഇതിൽ പറഞ്ഞിട്ടുള്ള ബിർറുൽ വാലിദൈൻ, ഇതിലും വളരെ പ്രധാനപ്പെട്ട 3 നന്മകളാണ് ഈ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ആളെന്താ ചെയ്തത്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ള മഹത്തരമായ കർമ്മമാണ് ചെയ്തിട്ടുള്ളത്. അതേതാണ്? ഇബാദത്തുൻ ഫിഅലിയ്യ. അതേപോലെ മറ്റൊന്നാണ് ഇബാദത്തുൻ തർക്കിയ്യ. രണ്ടാമത്തെ വ്യക്തി ചെയ്തതും ഇബാദത്താണ്. എന്താണ്? വ്യഭിചരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? യാ അബ്ദല്ലാ ഇത്തഖില്ലാ,
അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ തിന്മയിൽ നിന്ന് പിന്മാറി. അതും ഇബാദത്താണ്. അതിനെന്താ പറയാ? ഇബാദത്തുൻ തർക്കിയ്യ. അള്ളാഹ്ക്ക് വേണ്ടി തിന്മകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ്? ഇബാദത്താണ്. തിന്മകൾ ഉപേക്ഷിക്കുന്നത് ആളുകൾ 3 തരത്തിലാണ്. ചില ആളുകൾ തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കും. ചില ആളുകൾ തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കുറ്റം, ശിക്ഷ നേടിയെടുക്കും. വേറെ ചില ആളുകൾ തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് കൂലിയോ കുറ്റം ഉണ്ടാകില്ല. ഈ 3 അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇദ്ദേഹം തിന്മ ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. നോക്ക്, അദ്ദേഹം പിന്മാറിയ ഒരു ഘട്ടം നോക്ക്. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ വ്യഭിചരിക്കാനുള്ള അവസരം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത്. ചില റിവായത്തുകൾ എങ്ങനെ തന്നെ കാണാം. ആ ഘട്ടത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് അതിന് തൊട്ടു മുന്നേ പിന്മാറുന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ്. അദ്ദേഹം പിന്മാറി. അബ്ദുല്ലാഹ് ഇത്തഖില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹം അവസാനം ഞാനിത് അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അള്ളാഹു പ്രയാസത്തിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അള്ളാഹുവിന് വേണ്ടിയാണ് ആ തിന്മ ഉപേക്ഷിച്ചത്. ഒരു തിന്മ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അതെന്താണ്? ഇബാദത്താണ്. അയാൾക്ക് കൂലിയുണ്ട്. രണ്ടാമത്തേത്, ഒരു തിന്മ അയാൾ ഉപേക്ഷിക്കുന്നതിലൂടെ അയാൾക്ക് കുറ്റമുണ്ട്. ശ്രദ്ധിക്കണം. എന്താ? ഒരാൾ ഒരു തിന്മ ഉപേക്ഷിക്കുന്നു, ആ ഉപേക്ഷിച്ചത് അയാൾക്ക് കുറ്റം കിട്ടാൻ കാരണമായി. അതെപ്പോഴാണ്? അതെങ്ങനെയായിരിക്കും? ഒരാൾ തിന്മ ഉപേക്ഷിച്ചിട്ട് കുറ്റം കിട്ടപ്പോഴാണ്? ഒരാളൊരു തിന്മ ഉപേക്ഷിച്ചു, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ തിന്മ ഉപേക്ഷിച്ചത്. ആളുകൾ നോക്കി നിൽക്കെ അയാൾ കണ്ണ് താഴ്ത്തി. ആ കണ്ണ് താഴ്ത്തുന്നത് ആളുകൾ കാണാൻ വേണ്ടിയാണ് അയാൾ കണ്ണ് താഴ്ത്തി. ആ തിന്മ ഉപേക്ഷിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ കാണാൻ വേണ്ടിയാണ് അയാൾ തിന്മ ഉപേക്ഷിച്ചത്. റിയാ. തിന്മ ഉപേക്ഷിക്കുന്നത് റിയാവുന്നു. അതെന്താണ്? ആ തിന്മ ഉപേക്ഷിക്കുന്നതിലൂടെ അയാൾക്ക് എന്താ കിട്ടിയത്? കുറ്റമാണ് കിട്ടിയത്. മൂന്നാമത്തേതുണ്ട്, ഒരാൾ തിന്മ ഉപേക്ഷിക്കുന്നു, പക്ഷെ അയാൾക്ക് കുറ്റമില്ല, കൂലിയില്ല. ഉദാഹരണം, ഒരാൾ മദ്യപാനം ഉപേക്ഷിക്കുന്നു. അതിനുള്ള കാരണം അള്ളാഹു വിലക്കിയത് കൊണ്ട് എന്നല്ല, മറിച്ച് ആരോഗ്യത്തിനത് കേടാണ്. ഒരാൾ വ്യഭിചരിക്കുന്നില്ല, അയാൾ കാരണം പറയുന്നത് അള്ളാഹു വിലക്കിയത് കൊണ്ട് എന്നല്ല, മറിച്ച് ലൈംഗിക അസുഖങ്ങൾ ഉണ്ടാകും എന്ന് പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? വ്യഭിചാരം ഉപേക്ഷിച്ചു. കള്ളുകൂടി ശരീരത്തിന് ഹാനികരമാണ് എന്നതുകൊണ്ട് ഒരാൾ കള്ളുകൂടി ഉപേക്ഷിച്ചു. അയാൾക്ക് കൂലിയില്ല, കുറ്റമില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുമ്പോഴാണ് എന്തുള്ളത്? കൂലിൽ. അതിനാണ് ഇബാദത്തുൻ തർക്കിയ്യ എന്ന് പറയും. അതാണ് ഇവിടെ നടന്നിട്ടുള്ള മറ്റൊരു ഇബാദ. അതേപോലെ തന്നെ ഇതിലുള്ള മഹത്തായ പാഠമാണ് ഫദ്ലു ബിർരിൽ വാലിദൈൻ വഖിദ്മതിഹിമാ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നതിന്റെ ശ്രേഷ്ഠത, അവർക്ക് സേവനം ചെയ്യുക എന്നതിന്റെ ശ്രേഷ്ഠത ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്ക്, ഇദ്ദേഹം ചെയ്തത് നോക്ക്. ആ പാല് കൊടുക്കുന്ന വിഷയത്തിൽ യഥാർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്ക്. ഉമ്മാക്ക് പാല് കൊടുത്തു, അവരുറങ്ങി. ഉറങ്ങുന്നതിന് മുമ്പ് അവര് പാല് കൊടുക്കാൻ ചെന്നപ്പോൾ ഉറങ്ങിപ്പോയി. ആ സമയത്ത് കുട്ടികൾ കരയുന്നുണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുത്താൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല, കുറ്റം കിട്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ മാതാപിതാക്കൾക്ക് ഖിദ്മ, അവർക്ക് കൊടുക്കുന്ന പരിഗണന, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവർക്കാണ് സാധാരണ ആദ്യം കൊടുക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, മാതാപിതാക്കളോട് ഉപദ്രവം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം മക്കളാണ്. മക്കളെ കാര്യത്തിൽ മക്കളോടുള്ള സ്നേഹം കൊണ്ട് മക്കളെ പരിഗണിക്കുന്നതിന്റെ പേരിൽ മാതാപിതാക്കളെ അവഗണിക്കുന്ന ആളുകളുണ്ട്. മക്കളെ പരിഗണിക്കുന്നതിലൂടെ മക്കളെയും പരിഗണിക്കണം, മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടല്ല. അപ്പോ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ള മഹത്തരമായ പാഠം ഇതിലുണ്ട്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത ധാരാളം വന്നിട്ടുണ്ട്. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന്റെ ഗൗരവം അതിശക്തമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലും സഹീഹ് ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബാപ്പാനെ കുറിച്ച് നമുക്ക് പലതും പറയാനുണ്ടാവും, ഉമ്മാനെ കുറിച്ച് പലതും പറയാനുണ്ടാവും, അല്ലേ? ഉമ്മാക്ക് ഇന്ന പ്രശ്നമുണ്ട്, പല പ്രശ്നമുണ്ട്, ശരിയാണ്, ഉണ്ടാകും.
പ്രശ്നമുള്ളവന്മാരും ബാപ്പാരൊക്കെ ഉണ്ടാവും. പക്ഷേ മാതാപിതാക്കളോടുള്ള ബന്ധം വിച്ഛേദിക്കാൻ നമുക്കൊരു നിലക്കൊന്നില്ല, അവകാശമില്ല. അവർ തിന്മക്ക് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിക്കേണ്ട കാര്യമില്ല. ഉമ്മ ഉപ്പ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവർക്ക് നന്മ ചെയ്യുക, പുണ്യം ചെയ്യുക എന്നുള്ളത് ഏതൊരു സന്ദർഭത്തിലും ചെയ്യണം. നമുക്ക് സൂറത്തുൽ ലുഖ്മാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ ഇന്ന് പ്രേരിപ്പിച്ചാൽ എന്ത് ചെയ്യരുത്. ഇപ്പൊ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉമ്മ ഉപ്പ അതനുസരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ അള്ളാഹ് പറഞ്ഞത്, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കേണ്ട കാര്യം. അപ്പൊ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഉമ്മിപ്പ അതിനേക്കാൾ വലുതൊന്നും ആവൂല നമ്മുടെ ഉമ്മിപ്പൊന്നും. നമ്മുടെ ഉമ്മപ്പൊന്നും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറയുന്നുണ്ടാവും, നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുത്തുന്നുണ്ടാവും, ഉള്ള ആളുകളുണ്ടാവും. പക്ഷെ അതൊന്നും എന്തല്ല, ശിർക്കിനോളം വരൂല. ഇത് മാത്രം മതി. അങ്ങനെയുള്ള ഉമ്മയോടും ഉപ്പയോടും വരെ എന്തുവാണ്, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മ ഉപ്പ അവര് എന്തായിരിക്കട്ടെ, അവർക്ക് എന്തെല്ലാം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ, അവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അവരെ പരിഗണിച്ചേ പറ്റൂ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതും നമ്മളിൽ നിന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ സംഭവത്തിൽ നിന്ന് മറ്റൊരു പാഠമാണ് മശ്റൂഇയ്യത്തു തവസ്സുലി ഇലല്ലാഹി ബിൽ അഅമാലി സാലിഹ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുൽ അത് ശർആക്കപ്പെട്ടതാണ്, അനുവദനീയമാണ് എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്, അനുവാദമില്ലാത്ത തവസ്സുലുണ്ടല്ലോ. ഹഖ് ജാഅ ബറകത്ത് കൊണ്ടുള്ള തവസ്സുൽ അത് പാടില്ലാത്തതാണ്. ഇവിടെ ഇത് അനുവദിച്ചതാണ്. എന്താണ്? നമ്മൾ ചെയ്ത നന്മകൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആയിൽ നമ്മൾ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് ശർആക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം അൽ അഅമാലുസ് സാലിഹ വഖ്ത റഖാ യസ്തഫീദു മിൻഹൽ ഇൻസാൻ വഖ്ത ശിദ്ദ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്ന നല്ല സമയത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്കതിൻ്റെ ഉപകാരം ഉണ്ടാകും. അവർക്ക് നല്ല അവസ്ഥയുള്ള സമയത്ത് ചെയ്ത സൽക്കർമ്മങ്ങളാണ് അവർക്ക് എന്ത് ചെയ്തത്, പ്രയാസഘട്ടത്തിൽ അവർക്ക് സഹായമായി എത്തിയത്, സഹായമായി അവർക്കുണ്ടായത്. അപ്പോൾ പ്രയാസഘട്ടത്തിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. നമ്മളിങ്ങനെ കുടുങ്ങിയെന്ന് വിചാരിച്ചോളി, സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വല്ലതുണ്ടോ, ഉണ്ടാകുമോ? ഇഖ്ലാസോടുകൂടി ചെയ്ത, നമുക്ക് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്ന വല്ല സൽക്കർമ്മങ്ങളും മികച്ച സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതേപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഫായിദ ഇതിലുള്ളത് ഫദ്ലു അൽ ഇഫ്ഫതി വൽ ഇൻകിഫാഫി അനിൽ ഹറാം മഅൽ ഖുദ്റ. ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക, കഴിവുണ്ടായിട്ടും ആ ഹറാം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിൻ്റെ ശ്രേഷ്ഠത ഉണ്ട്. പ്രത്യേകിച്ച് യുവത്വ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള സന്ദർഭത്തിലൊക്കെ തിന്മ ചെയ്യാൻ എല്ലാ നിലക്കും ശക്തിയും കഴിവും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അതിപ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം ആരാണ്? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്.
അല്ലേ? വശാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് വളർന്ന ഒരു യുവാവാണ്. അവന് നാളെ അർശിന്റെ തണലുണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തലമുണ്ട്. എന്താണ്? ഇബാദത്തുൻ ഫിഅലിയ്യ, മറ്റൊന്ന് ഇബാദത്തുൻ തർക്കിയ്യ. അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കലും എന്താണ്? ഇബാദത്താണ്. അപ്പോ അള്ളാഹ് വിലക്കിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളാണ് ശാബുൻ നശഅ ഫി ഇബാദത്തില്ലാ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ വിഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ എണ്ണിയത് എന്താണ്? ഒരാൾക്ക് നല്ല ഭംഗിയുള്ള തറവാടുള്ള ഒരു സ്ത്രീയെ വ്യഭിചരിക്കാൻ അവസരമുണ്ടായി. അവൾ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. ഭംഗിയുണ്ട്, തറവാടിത്തമുണ്ട്, എല്ലാ നിലക്കും തിന്മ ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ്. ആ സമയത്ത് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയവന് നാളെ അർശിന്റെ തണലുണ്ട്. അപ്പോ ചാരിത്രശുദ്ധി, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അള്ളാഹു അനുവദിച്ച, അള്ളാഹു ശറഅാക്കിയ നിക്കാഹിലൂടെയല്ലാതെ അതിനു മുമ്പ് അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം അത് അധികരിച്ചിട്ടുണ്ട്. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ആ രൂപത്തിൽ മക്കളെ തർബിയ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മക്കളുടെ ലൈംഗിക വിശുദ്ധി അത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങേയറ്റം ശ്രദ്ധിക്കണം. എത്രയോ ആളുകൾ, അധിക ആളുകളും എന്ന് വേണമെങ്കിൽ പറയാം, വിവാഹത്തിന് മുമ്പ് തന്നെ അള്ളാഹു ഹറാമാക്കിയ കണക്ഷനുകളും അവിഹിത ബന്ധങ്ങളും, സുബ്ഹാനല്ലാഹ്, അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മളെ മക്കളൊക്കെ പ്രത്യേകിച്ചു. അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ആദ്യം രക്ഷപ്പെടാം. അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഫായിദയാണ്, ഇഖ്ലാസോടുകൂടി ചെയ്ത പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് മാത്രമാകില്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ടും അതിന്റെ ഉപകാരം നമ്മൾക്ക് ഉണ്ടാകും. ഇപ്പൊ നോക്ക്, ഇവരവരുടെ ജീവിതത്തിൽ എന്നോ ചെയ്ത നന്മകളാണ് എന്ത് ചെയ്തത്? കുറെ കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഈ ദുനിയാവിൽ തന്നെ ഇഖ്ലാസോടുകൂടി ചെയ്ത പ്രവർത്തനം അവർക്ക് എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടതിനുള്ള ഉദാഹരണം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഈ കഥയിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പാഠമാണ് ഫിൽ ഹദീസി ഫദ്ലുൽ ഇൽമി ബില്ലാഹി വമഅരിഫതി അസ്മാഇഹി വസിഫാതിഹി. അല്ലാഹുവിനെ കുറിച്ച് അറിയുക എന്നതിന്റെ ശ്രേഷ്ഠത ഇതിലുണ്ട്. فإن علمهم بالله ومعرفتهم به سبحانه هو الذي دلهم على ما ينجيه. എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അറിവുണ്ടാവുക എന്നതിന്റെ ശ്രേഷ്ഠത ഈ സംഭവത്തിലുള്ളത്? ഇവർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോ അതിനുള്ള ഒരു പരിഹാരം അവരെന്താ പറഞ്ഞത്? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്ന അറിവ് അവർക്കുണ്ടായി. അതുകൊണ്ടാണ് അവർക്കത് പറയാൻ പറ്റിയത്. ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കാര്യം ചെയ്താൽ അത് നമ്മൾക്ക് രക്ഷയേകുന്ന കാര്യമാണ് എന്നുള്ളത് എങ്ങനെ അവർക്ക് അറിഞ്ഞത്? അവർക്ക് അതിനെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ് ഏറ്റവും സുപ്രധാനമായ അറിവാണ്. അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിന്റെ നബിയെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. അതിനോളം വരുന്ന ഒരു അറിവില്ലേ, അഷ്റഫുൽ ഉലൂം, ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫുള്ള, മഹത്വമുള്ള ഇൽമു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവ്,
അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. അതിനോളം വേറൊന്നും വരൂല. ആ അറിവ് കരസ്ഥമാക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. നമ്മൾക്ക് എല്ലാവർക്കും അത് സാധിക്കണം. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ സംഭവത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദയാണ് ഫിൽ ഹദീസ് ബയാനുൻ ലിഫദ്ലി സുഹ്ബത്തി സ്സാലിഹ വബയാനുൻ ലിഅസരിഹാ ഫിദ്ദുനിയ വൽ ആഖിറ. നല്ല കൂട്ടുകെട്ടിന്റെ പ്രാധാന്യം ഈ ഹദീസ് പഠിപ്പിക്കുന്നു. നല്ല കൂട്ടുകെട്ട്, നല്ലവരുമായിട്ടുള്ള ചങ്ങാത്തം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ, ഇഹപര ജീവിതത്തിൽ ഉപകാരം ഉണ്ടാവും. അപ്പൊ നോക്ക്, ഈ മൂന്നാളും ഗുഹയിലകപ്പെട്ടു. അവർ സുഹൃത്തുക്കളാണ്. അവർക്ക് 3 പേർക്കും അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മികച്ച പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ നിലക്ക് നല്ല രൂപത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. അവരൊന്നിച്ചാണ് യാത്ര പോയത്. അവരൊന്നിച്ചാണ് ആ പ്രതിസന്ധിയിൽ പെട്ടത്. അവർക്ക് 3 പേർക്കും എന്തുണ്ട്? അള്ളാഹുവിനോട് പറയാൻ ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങളുണ്ട്. നല്ല കൂട്ടുകെട്ടിന്റെ പ്രാധാന്യം അത് അറിയിക്കുന്നുണ്ട്. നല്ലവരുമായി സഹവസിച്ചാൽ അതിന്റെ ഗുണം ദുനിയാവിലും പരലോകത്തുണ്ടാവും. നോക്കി, ഇതിൽ 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് പറയാനുണ്ട്, ബാക്കി 2 ആൾക്കില്ലെങ്കിലോ അവിടെ ആ പ്രതിസന്ധിയിൽ തുടരും. 2 പേർക്ക് പറയാനുണ്ട്. 2 പേര് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? പാറ പൂർണ്ണമായി മാറിപ്പോയിട്ടില്ല. 3ാമത്തെ ആള് കൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് എന്ത് ചെയ്ത് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്ക് 3 പേരും എന്താണ്? നല്ല ബന്ധം, ദീനിയായ ഒരു ബന്ധം, നല്ല സുഹ്ബ സാലിഹ, നല്ല ബന്ധമായിരുന്നു. ഇങ്ങനെയുള്ള കൂട്ടാണ് നമുക്കുണ്ടാകുക. ഹറാമുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാത്ത, ഹറാമുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാത്ത, നന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന, നന്മയിലേക്ക് നമ്മൾക്ക് പ്രോത്സാഹനം നൽകുന്ന, ഒരു ദർസുണ്ട് പോകാം, ഒരു ദീനി സദസ്സുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് സഹകരിപ്പിച്ച് അതിലേക്ക് പ്രചോദിപ്പിച്ച് ആ നിലക്ക് ഉള്ള സുഹൃത്ത് വലയങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അതിന് ദുനിയാവിലും ഖൈറുണ്ടാവും, പരലോകത്തും ഖൈറുണ്ടാവും. ദുനിയാവിൽ നമുക്കൊരു അപകടം ഉണ്ടായി, ഒരു പ്രയാസം ഉണ്ടായി, ആത്മാർത്ഥമായി ദുആ ചെയ്യണമെങ്കിൽ എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള, അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിൽ എണീറ്റ് നിന്ന് ദുആ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേറെ ഉണ്ടാകുള്ളൂ. നമ്മുടെ കൂട്ടുകെട്ട് കള്ളു കുടിച്ച്, വ്യഭിചരിച്ച്, മയക്കുമരുന്നിന് അഡിക്ഷൻ ബാധിച്ച് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടാണെങ്കിൽ നമുക്ക് ദുനിയാവിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, പരലോകത്ത് എന്തായിരുന്നല്ലോ അതിന്റെ പ്രയാസം ഉണ്ടാകും. നല്ല കൂട്ടുകെട്ട്, അതിന്റെ പ്രാധാന്യം ഈ പറഞ്ഞിട്ടുള്ള സംഭവം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലത്തെ മറ്റൊരു ഫായിദ, മറ്റുള്ളവരെ സഹായിച്ചാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു തആല നൽകും. ഇവിടെ നോക്ക്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അവർക്കുള്ള വലിയൊരു സഹായമാണ്. അതിന് അല്ലാഹു തആല എന്ത് ചെയ്തു? അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അല്ലാഹു അവരെ സഹായിച്ചു. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖി. ഒരാൾ തന്റെ സുഹൃത്തിനെ സഹായിക്കുന്നിടത്തോളം കാലം അവൻ അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നോക്ക്, നമ്മൾക്ക് നമ്മുടെ സഹോദരനെ സഹായിക്കാൻ അവസരം ഉണ്ടായാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അയാളടുത്ത് തിരിച്ചെന്താ കിട്ടുക എന്നല്ല. അയാൾ ചിലപ്പോൾ നമുക്ക് ഒന്നും തരില്ല, ചിലപ്പോൾ നന്ദികേടായിരിക്കും. നമ്മൾ സഹായിച്ചാൽ മറന്നുപോയിട്ടുണ്ടാവും. സഹായം കഴിഞ്ഞിട്ടാൽ ഒരു താങ്ക്സ് പോലും പറയാൻ നിന്നിട്ടുണ്ടല്ലോ, പോകും. ചിലപ്പോൾ അയാളുടെ നമ്മൾക്ക് മോശപ്പെട്ട അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഒരു സഹോദരനെ സഹായിക്കുമ്പോൾ നമ്മളൊരു ഇബാദത്താണ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. ഈ ചിന്തയിലാകണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ സഹോദരനെ സഹായിച്ചാൽ ഇയാളെന്നെ സഹായിക്കാം, സഹായിക്കാതിരിക്കാം. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന, ഉറപ്പായിട്ടും കിട്ടുന്ന എന്താണ്? അള്ളാഹിന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉറപ്പാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖി. അള്ളാഹിന്റെ സഹായം ഉറപ്പാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം അതിനേക്കാൾ വലുതാണ് ഇയാളെ തിരിച്ചുള്ള എന്തെങ്കിലും നന്ദി വാക്ക് അല്ലെങ്കിൽ സഹായം. ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ സഹായം ഏറ്റവും പ്രധാനം. അത് കിട്ടാൻ കാരണമാകുമെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് അതാണ്.
ഇവിടെ മറ്റുള്ളവരെ സഹായിച്ചു. ഇപ്പൊ ഈ പെണ്ണിനെ ആ തിന്മയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുത്തി. അവൾക്കുള്ള ആവശ്യത്തിനുള്ള സ്വർണ്ണ നാണയം അവർ കൊടുത്തു, മറ്റുള്ളവർ സഹായിച്ചു. അതിന് അള്ളാഹു തആല അയാൾക്ക് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിൽ എന്ത് ചെയ്തു? അള്ളാഹു സഹായിച്ചു. നേരത്തെ മൂന്നാമത് പറഞ്ഞ വ്യക്തി അയാളുടെ അമാനത്ത്, അയാളുടെ സത്യസന്ധത, ആ അജീറിന് അയാൾ എന്ത് ചെയ്തു? സഹായം ചെയ്തിട്ടില്ല. എന്താ സഹായം? അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സംഖ്യ ആ കൂലി എന്ത് ചെയ്യുക, അവിടെ വീട്ടിലെടുത്ത് വെച്ചാൽ മതി അല്ലേ? പിന്നെ തിരിച്ചെപ്പോഴാണ് വേണ്ടി അവ എടുത്തു കൊടുത്താൽ മതി. പക്ഷെ അയാൾ തസ്മീർ ചെയ്തു, ഇസ്തിസ്മാർ എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമമാക്കി. അത് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? സമ്പത്ത് വർദ്ധിപ്പിച്ചു. എന്നിട്ട് അയാൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക, അയാളുടെ അമാനത്ത്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഫായിദൻ ഫദ്ലുൽ അമാന, വിശ്വസ്തത. ഈ സഹോദരന് അറിയില്ല അയാളുടെ കൂലി എത്രയാണെന്നുള്ളത്, അല്ലെങ്കിൽ കൂലി അറിയാം, കൂലി മാത്രം എടുത്തു കൊടുത്താൽ മതി. പക്ഷേ അദ്ദേഹം അന്ന് ചെയ്ത പ്രവർത്തനം, അത് വെച്ച് അദ്ദേഹം അതിനെ ഇസ്തിസ്മാർ ചെയ്ത് അങ്ങനെ വലിയ സമ്പത്തിന്റെ കൂമ്പാരമുണ്ടായി. ആ സമയത്ത് അയാളുടെ മനസ്സ് മാറിയില്ല, ഇതെല്ലാം നിന്റേതാണ്, കൊണ്ടുപോകാം. അയാൾ ഒന്നും തിരിച്ചു, സാധാരണ ഇങ്ങനെ കിട്ടിയ കുറച്ച് അയാൾക്ക് കൊടുക്കും, പക്ഷെ ഒന്നും കൊടുക്കാതെ കംപ്ലീറ്റ് അയാൾ എടുത്തുകൊണ്ടായി. അയാൾക്ക് പ്രയാസമില്ല, കാരണം അയാൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആണ് ദ്വാല് വന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് അയാൾ അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് ആടുമാട് ഒട്ടകങ്ങളെ കൊടുത്തപ്പോൾ ഒരു 2-3 ആടെ അയാൾക്കും ഇങ്ങോട്ട് തരായിരുന്നു, അത്രയും കാലം പോറ്റിയതല്ലേ എന്നൊന്നും ചിന്തിച്ചില്ല. കാരണം അയാൾ അത് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ ഇതും സഹായമാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ അള്ളാഹു തആല അവനെ സഹായിക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന ഖായിദ അനുസരിച്ച് നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്താൽ അള്ളാഹു അവന് നന്മ ചെയ്യും. ഒരാളെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. ഒരാളുടെ പ്രയാസം നമ്മൾ നീക്കിക്കൊടുത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസം നീക്കിത്തരും. അതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറഞ്ഞാൽ. പ്രതിഫലം നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അതേ വർഗത്തിൽ നിന്നായിരിക്കും എന്ന ഖായിദ. അതേപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു തആല പ്രയാസഘട്ടത്തിൽ അവരെ സഹായിക്കും എന്നതിനുള്ള ഉദാഹരണമാണ് ഈ സ്ത്രീ. ഈ സ്ത്രീ എന്താണ്? ഇദ്ദേഹം ഇവരെ പല നിരക്കും വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടൊക്കെ എന്ത് ചെയ്തു? അവിടെ സൂക്ഷ്മത കാണിച്ചു. അപ്പോ ഈ സ്ത്രീ അവരെ ആ മനുഷ്യൻ, ആ വ്യക്തി തിന്മയിലേക്ക് ക്ഷണിച്ച സമയത്ത് അവരതിന് കൂട്ടാക്കിയില്ല. പിന്നെ ജീവിതത്തിൽ ഫഖർ, ദാരിദ്ര്യം വന്നപ്പോൾ, പൈസക്ക് ആവശ്യം വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ അതിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ നല്ല റഹാഇന്റെ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? പ്രയാസമുള്ള ഘട്ടത്തിൽ അവരെ സഹായിച്ചു. അതിനുള്ള തെളിവ് ഈ സംഭവത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരു ഫായിദ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ സംഭവത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്, തിന്മ ചെയ്യുന്നവർ ആരാകട്ടെ, അദ്ദേഹം ഒരുപാട് കാലം ആ പെണ്ണിനെ സ്നേഹിച്ച് അവളെ ഈ വൃത്തികേടിന് വേണ്ടി പല രൂപത്തിൽ വശീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അങ്ങൾക്ക് ഹൃദയം ഈ പെണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടം വന്നപ്പോൾ ആ തിന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തേത്, വീണ്ടും ആ ശഹവത്ത് അയാളിൽ വന്ന് അയാൾ ആ തിന്മ ചെയ്യാൻ അദ്ദേഹം അതിനു വേണ്ടി ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഈ രൂപത്തിൽ തിന്മ ചിന്തിച്ച് നടക്കുന്നയാൾ യാ അബ്ദല്ലാ ഇത്തഖില്ലാ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മാറ്റമുണ്ടായി. അതുകൊണ്ട് ദഅവത്ത് നടത്തുന്ന ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ തർബിയ നടത്തുന്ന അധ്യാപകരാകട്ടെ മറ്റുള്ളവരാകട്ടെ, ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. അവനൊരിക്കലും നന്നാകൂല എന്ന് നമ്മൾ പറയരുത്. ഈ വ്യക്തി ഏത് ഘട്ടത്തിൽ നിന്നാണ്
തിന്മയിൽ നിന്ന് പിന്മാറിയത്? ചട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അയാളുടെ മനസ്സ് മാറി. അപ്പൊ ആരുടെ അൽ ഹിദായത്ത് ബിയദില്ല, അള്ളാഹിന്റെ അടുത്താണ് ഹിദായത്തുള്ളത്. അതുകൊണ്ട് ഒരാളെയും നമ്മൾ എഴുതി തള്ളരുത്. ആർക്കും എത്ര മോശക്കാരനാണെങ്കിലും അയാൾക്ക് മാറ്റം സംഭവിക്കാം എന്ന പാഠം ഇതിലുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ചില ആളുകളെ കുറിച്ചൊക്കെ ചിലർ പറയും, അവനൊന്നും നന്നാകൂല, അങ്ങനെ നമ്മൾ പറയരുത്. ചിലപ്പോൾ അയാൾ നന്നാവും, നമ്മൾ കേടുവരും. നമ്മളെന്ത് ചെയ്യും? ഇപ്പൊ നല്ല അവസ്ഥയിലായിരിക്കും, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറി നമ്മുടെ ആഖിബത്ത് മോശം, അയാൾ തൗബ ചെയ്ത് സ്വർഗത്തിൽ പോകും. ഒരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു മുൻവിധി പറയരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു കഥയിൽ അത് വരുന്നുണ്ട്. ഒരാളെയും നമ്മളങ്ങനെ, അവർ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മയോടുള്ള വെറുപ്പും അവരോടുള്ള വെറുപ്പും ബറാഅത്തിന്റെ ഭാഗമാണ്. അതുണ്ടാകും. തിന്മയെയും തിന്മ ചെയ്യുന്ന ആളുകളെയും വെറുപ്പ് ഉണ്ടാകും. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദീനിലേക്ക് അല്ലെങ്കിൽ ഈ ശരിയായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞെന്താണ്? തിന്മ ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കണം എന്നല്ല. എന്താ പറഞ്ഞത്? പറഞ്ഞത് എത്ര തിന്മ ചെയ്യുന്ന ആളാണെങ്കിലും അവനിൽ നമുക്ക് പ്രതീക്ഷ കൈവിടരുത്. അയാൾ എന്ത് ചെയ്യും? അയാൾ മാറാം. അയാൾക്ക് ദഅവ നടത്തിക്കൊണ്ടേയിരിക്കണം, അയാളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു തആല ഇതുപോലുള്ള കഥകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അതിനുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. മാത്രമല്ല, ഈ കഥകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താലീമിന്റെ തർബിയത്തിന്റെ രൂപമാണ്. അത് ചെറിയ കുട്ടികൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. കഥകൾക്ക് അങ്ങനെ ഒരു സ്വാധീനമുണ്ട്. ചെറിയ കുട്ടികൾ കഥകൾ കേൾക്കും. നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള കഥകളാണ്. അതാണ് അവർ കേൾക്കേണ്ട കഥകൾ. അതാണ് ശരിയായ കഥകൾ. അതാണ് പാഠമുള്ള കഥകൾ. ആ കഥകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകും. മറ്റു കെട്ടുകഥകളും ഇല്ലാത്ത കഥകളും അതൊന്നും അവരുടെ ജീവിതത്തിൽ ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇത്തരം കഥകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ അത് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയാണ്. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ മക്കളെ ഈ കഥയിലൂടെ അല്ലേ, കുട്ടികൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഇതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള പ്രണയവും അതുപോലെ തന്നെ തോന്നിവാസങ്ങളും കയറ്റി പോകുന്ന അല്ലെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൗമാരപ്രായക്കാരൊക്കെ പ്രത്യേകിച്ചും ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുലേക്ക് തിരിക്കാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഞാൻ എനിക്ക് പെട്ടെന്ന് പോകണമുള്ളതുകൊണ്ടാണ് ദൂരം പോകേണ്ടത്. 2-3 സ്ഥലത്ത് പോയിട്ട് അവിടെ